സർഷാദിന്റെ കാറ് വീഡിയോ ഫോൺ കൊടുത്തില്ലേ ആരാ കുട്ടിയാ നിന്റെ കുട്ടിയാ ഓ അതാ കണ്ണാലുണ്ണെ കാത്തി നാനുണ്ണെ തീണ്ട മാട്ടേ ചൂടോ പുള്ളി ആ പോട്ടെ പോട്ടെ തുറക്ക് വായും തുറക്കുന്നില്ല പോയി എൻ്റെ കാലം പോയി. ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ്. ഞാൻ നേരം പോലത്ത് ഇപ്പോൾ ഒരു 8-9 മണിയാറ്റായി. സമയം നോക്കട്ടെ. നേരം പോലത്ത് 9 മണി 9:04 ഞാനല്ലേ 9 മണി. നമ്മൾ താമസിച്ച റൂം ഇതാ പാലക്കയം തട്ടില് റൂമിൽ വ്യൂ കണ്ട. അയ്യോ തോർത്ത് ഇതൊക്കെയാണല്ലേ. അതാ വ്യൂ ഇതാ കണ്ട. എന്താ വ്യൂ സ്റ്റാർട്ടിങ്ങിന് ഇതാ ജെട്ടി കണ്ട. വ്യൂ കണ്ട. നമുക്ക് താഴെ പോകാം. ചായ ഒന്നും കുടിച്ചിട്ടില്ലേ. വെയിലൊന്ന് പോയി. വെയില് എന്റെ നെഞ്ച് കൊട്ടിപ്പാടണ തോറ്റം പാട്ട്. അതായത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ട് വാങ്ങിച്ച മാൽക്കിസ്റ്റ് എന്ന് പറഞ്ഞ ബിസ്ക്കറ്റ് ഒരു കഷ്ണം പോലും തരാണ്ട് ഈ കാപാലികമായ കോൺഗ്രസ് പ്രിയ ബൈജു, അക്ഷത ശിരാസ്, സുരഭി നയന എന്നിട്ട് ആർക്കും പാടാത്ത ബന്ന് എനിക്ക് തരിക. ഞങ്ങൾ ഇതിനോട് പ്രതിഷേധിക്കുന്നത്. പുരുഷന്മാർക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലാത്തതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, കടന്നു പോകുന്നത്. ആരെ പൈസക്ക്? എന്റെ സ്വന്തം പൈസക്ക്. ഓക്കെ അപ്പൊ ഡീൽ. ഇതെല്ലാം എന്താന്ന് ഞാൻ ആലോചിക്കുന്നത്. അതെല്ലാം ഈ കാലാവസ്ഥ തന്നെ മതിയേനു. ചായ നോക്കട്ടെ. പ്രിയച്ചലിപ്പം വെച്ച ചായ ഉണ്ട്. പുറക്കുന്നുണ്ട്. ഇവിടെ ചായ വെച്ചിട്ടുണ്ടല്ലേ. ചായ വെച്ചിട്ടുണ്ട്. വെള്ളം വെച്ചിട്ടുണ്ട് ചായക്ക്. ഇതാണ് ഒരു ബെന്നാണ്. അടുക്കട്ടെ ഞാൻ ഗ്ലാസ് വെയിറ്റ് ഒരു ചായ എടുക്കട്ടെ. ഇഞ്ചി ഇഞ്ചിലിട്ടിട്ടാ. ഇഞ്ചിട്ടിനി മുട്ടിലൊന്നും ഇങ്ങനെ അങ്ങനെ കിട്ട്. ഞാൻ പോയി ചായ എടുക്കട്ടെ. ഇത് മധുരമുള്ള മധുരം നല്ലോണം ഉണ്ടോ? നോർമല്ലേ? തീരെ ഇല്ലാത്ത വേണ്ട. എനിക്ക് മധുരം കുറവാണോന്നേ ഉള്ളൂ. തീരെ ഇല്ലാത്ത വേണ്ടപ്പാ. കണ്ണർച്ചെന്നല്ല ഈ വെയിലത്തിന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നുണ്ടല്ലോ. ഇന്ന് രാത്രി 2-3 മണിക്കൂർ സ്വിമ്മിംഗ് പൂളിലായിരുന്നു മക്കളെ. ഭയങ്കര വൈബായിരുന്നു. ഫുള്ളുള്ള ഒച്ചപ്പാടാ. ഒരു ബെന്നാരോ കാണുന്നില്ല. കൊടുക്കുന്നുണ്ടോ? പാടല്ലേ നിങ്ങളൊന്നും തന്നെ അർഹിക്കുന്നില്ലടാ. നമ്മളെന്നല്ല നല്ല കലാകാരനെ ലോകം അംഗീകരിക്കില്ലടാ. നാളെ ഞാൻ ചത്ത് കഴിഞ്ഞാല് നിങ്ങൾ പ്രതിമ ഉണ്ടാക്കും, അനുശോചനം നടത്തും. മുട്ടരടി നല്ല മുട്ടരടി. മുട്ട അടിപൊളിയാ. രാവിലെ മുട്ട എന്തായാലും കഴിക്കണം. 2 മുട്ട കഴിക്കണമെന്ന് മമ്മി പറഞ്ഞിട്ടുണ്ട്. ദേഷ്യം പിടിക്കും. ഞാൻ ഒന്നായി പോലും നല്ലുണ്ട്. ഓ വെരി നൈസ്. അടിപൊളി.
ആരാ കുട്ടിയാ? നിന്റെ കുട്ടിയാ? ഓ അതുകൊണ്ടോ? അണ്ണൻ ഫുഡ് എടുത്ത് വന്നിട്ടുണ്ട്. ആടെ ഓടുന്നത് ബുട്ടോ. ശരി ബുട്ടോ. ശരി കൊണ്ടേക്കുമ്പത്തേക്ക് കഴിച്ചോ? ചോറ് നട്ട് നിങ്ങൾ ഇതാ ചോറിട്ടത്. കറീൻ്റെ അത്രയുള്ള ചോറ് കഴിച്ചോന്ന് വാന്നോ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആരെങ്കിലും പൈസ ഇട്ടാ ഒരു കപ്പിൾസ് പാടുന്നു. ഒരു കഷ്ണം മുട്ട എടുത്തിട്ട് ഓംലെറ്റിൽ എല്ലായിടത്തും ഉപ്പ് മിക്സ് ആയിട്ടില്ലപ്പോ. ഏതോ ഒരു സൈഡില് ഉപ്പുള്ളൂ. ആ ഉള്ള ഉപ്പാണെങ്കിൽ അവരെടുത്തോണ്ട് പോയി. സർഷാദിന്റെ കാറ് കാണിച്ചു തരാട്ടാ. ആ ഊരി സർഷാദിന്റെ കാറിന്റെ അവസ്ഥ. സർഷാദിന്റെ കാറ് അല്ല, ഇതാണ് സർഷാദിന്റെ കാറ്. जो तेरा हाल है ओ मेरा हाल है, इस हाल से हाल मिला, ताल से ताल मिला, ताल से ताल मिला. പൂളിലിറങ്ങണം. പൂളില് കുറച്ചെണ്ണം പോയിട്ടുണ്ട്. പൂളിലിറങ്ങണം കേട്ടോ. നോക്കട്ടെ ആരാ പൂളിലിറങ്ങിയോ? ഹായ്. സുന്ദരി ഇറങ്ങുന്നില്ല. സുന്ദരിയേ കണ്ണാലുണ്ണെ കാത്തി നാനുന്നെ തീണ്ടമാട്ടേ. ചെറിയൊരു ആക്സിഡന്റ് നടന്നുപോയി. അതുകൊണ്ട് ഒന്നരക്കാലിൽ വരികയാണ് ദീപ്തി ചേച്ചി. ദീപ്തി ചേച്ചിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. വ്ളോഗിൽ ഇടണ്ടെന്ന് പറഞ്ഞു ദീപ്തി ചേച്ചി. ചെറിയ ആക്സിഡന്റ് പറ്റിപ്പോയി. ഊനാല് വന്ന് കാലിനടിച്ചു. അതുകൊണ്ട് ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഞാൻ ഈ പീസ് ഇടുന്നതായിരിക്കും. പൊരിഞ്ഞ വെയിലത്തുതാ ഉണങ്ങുന്ന 3 യുവതികൾ, ഒരു യുവാവും. പൊരിഞ്ഞ വെയിലത്ത് ഉണങ്ങുന്ന ഉണങ്ങുന്ന യുവാവും യുവതികളും. വെള്ളത്തിൽ നിന്ന് വെള്ളം മടിക്കുന്ന പോട്ടെ. പകുതി വെള്ളം കഴിഞ്ഞു. പ്രൈത്തേട്ടാ ഇവിടെ തണലുണ്ട്. ഇങ്ങോട്ട് വന്നോ. അത് നടക്കും. ഇങ്ങോട്ട് ഇറങ്ങിക്കോ. നിങ്ങൾക്ക് പിന്നെ ഗ്ലാമർ കൂടി കൊണ്ട് കുഴപ്പമില്ല. ഇറങ്ങട്ടെ. എന്താ വേണ്ടപ്പോ ഇറങ്ങണ്ട. ആരെ കുറച്ച് ഇരിക്കട്ടെ. വീഡിയോ ഫോൺ കൊടുത്തില്ലേ? ഞാനും പോയി മാറ്റിയിട്ട് ഞാൻ പ്രൈതേട്ടൻ ഇറങ്ങൂല പറഞ്ഞു. പ്രൈതേട്ടൻ്റെ അടുത്ത് വളർത്തിട്ട് ഇറങ്ങിയിട്ട് കയറി. കണ്ണർച്ചെന്ന് ഭയങ്കര വെയില്. ഇതാ ഒരുത്തനുണ്ട്. ഇതാ നടന്നടിക്കുന്നത്. കയറിപ്പോടാ. കഴിഞ്ഞിട്ടില്ലേ? വരുന്ന വെയില്. ഇതാ വരുന്ന വെയിലത്താന്ന് ഇവിടുന്ന് ഊരാത്തുനിന്ന് രണ്ടാളിരിക്കുന്നുണ്ട്.
ഞാൻ ഒന്ന് ഇറങ്ങിയപാട് കയറി, കണ്ണൂർക്കാൻ കഴിയുന്നില്ല. ഒന്ന് ഇറങ്ങിയപാട് കയറി. നല്ല സ്കെയ്യാ എന്താ നല്ല സ്കെയ്യാ. അപ്പോൾ എനിക്ക് ഞാനായിരുന്നു പൈപ്പൊന്ന് കുഴിച്ചിട്ട് റൂമിൽ പോയി മാറ്റി. കുറച്ച് സമയം ഇറങ്ങി വെയിലായോണ്ട് നിൽക്കാൻ ഇപ്പോൾ. പക്ഷെ വെള്ളം നല്ല തണുപ്പുണ്ടേ, കിട്ടിടം പോലത്തെ തണുപ്പുണ്ട്. കിട്ടിടം തണുപ്പ്, വെള്ളം അടിപൊളി തണുപ്പ്. ആരിച്ചാ കേറാരിച്ചാ ടൈറ്റാനിക് ആയി കളിക്കുന്നു. ആ ഞാനവിടെ ഇങ്ങോട്ടേക്ക് വന്ന് പൈപ്പൊന്ന് കുളിക്കട്ടെ. ഇവിടെ പൈപ്പുണ്ട്, പൈപ്പൊന്ന് വെള്ളം എടുത്തിട്ട് ഞാൻ രാത്രി ഇടുന്ന് പൈപ്പിൽ ലാസ്റ്റ് കുളിച്ചിട്ടാണ് കയറി. ഇവിടെ തിരിക്കും, ഇവിടെ തിരിച്ചിട്ട് പാമ്പോ ഇല്ല ഇരണം. ഞാൻ പേടിച്ച് ഇവിടെ തിരിച്ചിട്ട് ഇതിലൂടെ വെള്ളം വരും. ഇതിൻ്റെ വെള്ളം വരുമ്പോൾ ഇതാ ചൂടുവെള്ളം പുള്ളി. ആ എന്ത് ചൂട്. ആ ഇപ്പം തണുത്ത്. ഫസ്റ്റ് ചോദിച്ച വെള്ളം ചൂടുവെള്ളം. ആ ഞാൻ തല മുങ്ങിയിട്ടൊന്നുമില്ല, എന്നാലും തല കുളിക്കാം. ആ ഇതാ തണുപ്പ്. ഐസ് വെള്ളം പോലെ ഉണ്ട്. ഐസ് വെള്ളം ഓളാ എന്താ സുഖം. ഫസ്റ്റ് ചൂടുവെള്ളം, പിന്നെ തണുത്ത വെള്ളം. പോരുന്ന വെയിലത്ത് വ്യൂ ഉണ്ടോ? വ്യൂ നമ്മൾ വരുന്ന റോഡ് ഇതാ, പാലക്കാട്ടിലേക്ക് വരുന്ന റോഡ് കണ്ട. അങ്ങാരോട്ട് അങ്ങനെ വരും. ഒരു കാർ വരുന്നുണ്ട്, പഴയൊരു അംബാസഡർ കയറി വരുന്നുണ്ട്. അതിലൂട്ടെ പഴയൊരു അംബാസഡർ കയറി വരുന്നുണ്ട്. അംബാസഡർ കാർ കാണുന്നുണ്ടോ? അതങ്ങരൂട്ടെ കാണുന്നുണ്ടാവും. നോക്കണേ, ഞാൻ ചെറുങ്ങനെ ഒന്ന് സൂമാക്കി തരാം. കാണുന്നില്ല ചെറുങ്ങനെ കാണുന്നുണ്ട്. അങ്ങ് അതിലോട്ടൊരു അംബാസഡർ ഇങ്ങനെ പോകുന്നുണ്ട്. പൊരിന വെയിലേ ബാബാ മാറ്റട്ടെ. ആ അപ്പോൾ നമ്മളിടത്ത് ഇറങ്ങിയ കേട്ടോ. അതായിരുന്നാമോ നമ്മളിടത്ത് ഇറങ്ങിയ ലോക്കല്ല ജിബലോട്ടിട്ടില്ലേ? ഏതിൻ്റെ ജിബലോട്ടിന് സെറ്റാണ്. യെസ് ഇറങ്ങാമോ? ഇറങ്ങാം. അപ്പോൾ ഇനി എപ്പോൾ കാണാം? ഞാൻ വരും കേട്ടോ. യെസ് ആ ചക്ക എടുക്കാൻ വരുന്നുണ്ട് നമ്മുടെ ആലക്കോട്. നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് വരും കേട്ടോ. നല്ല ബരിക്ക ചക്ക ഉണ്ടല്ലോ, തേമ്പരിക്ക. വില പൊളിയല്ലേ. ശരി അവിടുന്ന് ഫോട്ടോ എടുക്കാം. ഞാൻ എൻ്റെ ട്രൗസർ 3/4 ഇവിടെ ഉണങ്ങാനിട്ടിനി സർഷാൻ്റെ വണ്ടിക്ക്. എന്തായി നോക്കട്ടെ, ഉണങ്ങിയാ? ആ അങ്ങനത്തെ ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടില്ല, കുറച്ച് ഉണങ്ങിട്ട് പോകുമ്പോൾ എടുക്കാം. അതായത് ജെട്ടി അവിടെ വെള്ളമുണ്ടോ? ആരിച്ചാ വെള്ളമുണ്ടല്ലേ? അല്ല ഞാൻ ഇതിൽ പോകുമ്പോൾ വാങ്ങിക്കോളും വെള്ളം. തുറക്ക് വായും തുറക്കുന്നില്ല. അല്ല പോയി എൻ്റെ കാലം പോയി. ഇവർക്കെന്താ പറയാണ്ട് പോലും നമ്മളിത് പോവുകയാണ്. അപ്പൊ ഇവർക്കെന്താ പറയാനുണ്ട്? എന്താ പറയാനല്ലേ? അങ്ങനെ പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മുടെ 2 ദിവസത്തെ മൂൺ വാലി പാലക്കയം തട്ടിൽ ഇവിടെ അവസാനിക്കുകയാണ്. എന്നിരുന്നാലും നമ്മൾ വളരെ എൻജോയ് ചെയ്തു. നമ്മളൊരു ഭയങ്കര സങ്കടമുണ്ട്. ഓക്കെ, ആ സങ്കടം നമ്മൾ ഓരോ വർഷം
വർഷവും ഉറക്കം കഴിഞ്ഞിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടാൻ സാധിച്ചു. വളരെ സന്തോഷം. ഇനി നമ്മൾ മറ്റൊരു ടൂറിലേക്ക്, അപ്പോൾ എല്ലാവരും അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഈ ചാനലിൽ. അഷ്റഫ് അടുത്ത പ്രാവശ്യം എത്രയും പെട്ടെന്ന് അടുത്തൊരു ടൂർ പ്ലാൻ സ്ലിപ്പായി പോയി. ഇനി നമ്മള് വേറെയും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ലിസ്റ്റിലുണ്ട്, ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. അപ്പൊ എനിക്ക് പറയാം, പ്രിയേച്ചി ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ട്രിപ്പ് വന്നത്. ഇങ്ങനെ എൻജോയ് ചെയ്യുന്നു അല്ലേ? ഇങ്ങനെ എൻജോയ് ചെയ്തത് ആദ്യമായിട്ടാണ്. അപ്പൊ പ്രിയേച്ചി ഇനിയും അടുത്ത ട്രിപ്പിൽ ഓക്കെ ആണ്. പൊളി വൈബാണ്. മുമ്പിൽ അടുത്ത ട്രിപ്പിന് കാണാല്ലേ? കാണാം. അപ്പൊ നമ്മ വീണ്ടും കാണും അടുത്ത പ്രോഗ്രാമിന് അസറഫിന്റെ കൂടെ. സ്വന്തം ദേവർകൊണ്ട.